ഇറഗുലർ മെൻസസ്, വണ്ണം വെക്കുക, മോക്കുരു വരിക, മുടിയെല്ലാം പൊഴിഞ്ഞു പോകുക കോമൺ കംപ്ലൈൻ്റ് ആണ്. ഡോക്ടർ ലിസമ്മ ജോസഫ്, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് സർജൻ, കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്, എറണാകുളം മെഡിക്കൽ സെന്റർ, NH ബൈപ്പാസ്, കൊച്ചി. ഏറ്റവും കൂടുതലായിട്ട് OP-യിൽ ഞാനൊരു 35-40 വർഷം എക്സ്പീരിയൻസ് ആയ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ OP-യിൽ കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ടീനേജസ്, എസ്പെഷ്യലി അഡോൾസൻസിൽ മെൻസസ് ഇറഗുലർ ആയിട്ട് വരിക. വണ്ണം വെക്കുക. ഇറഗുലർ മെൻസസ് എന്ന് പറയുന്ന PCOS എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തു വരാതെ യൂട്രസിന്റെ ഓവറിയിൽ അത് പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹോർമോൺ, സാധാരണയായിട്ട് ഒരു സ്ത്രീക്ക് വേണ്ടതാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺ. അപ്പോൾ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറഞ്ഞിട്ട് മെയിൽ ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. അത് ശരീരത്തിൽ കൂടുതലായിട്ട് വരും. അത് കൂടുതലായിട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് മെയിൽ പാറ്റേൺ ആയിട്ട് വരും. മെൻസസ് വന്നാൽ നിൽക്കുകയില്ല, നിന്നാൽ വരും. 4-5 മാസം കൂടുമ്പോഴായിരിക്കും മെൻസസ് വരുന്നത്. വന്നാൽ അത് നിൽക്കുകയില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും, സ്കാൻഡി മെൻസസ് ആയിരിക്കും. പിന്നെ പറയും വയറ് ചാടി വരിക, വണ്ണം വെക്കുക, മീശ വരിക, മുഖക്കുരു വരിക, മുടി കൊഴിയുക. ഇതാണ് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ്. പിന്നെ ആ സമയത്ത് അമ്മമാരാണ് കൂടുതലായിട്ട് ടെൻഷനായിട്ട് ടീനേജ് പിള്ളേരെയും കൊണ്ട് വരുന്നത്. 3, 4, 5 മാസമായി മെൻസസ് വരുന്നില്ല. എന്താ വളരെ കാരണം? ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ, കല്യാണം കഴിച്ച പിള്ളേരുണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ആവശ്യമില്ല. കാരണം ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യണം. കാരണം എന്ന് പറയുന്നത് നമ്മളെ PCOS മെയിൻ കാരണം ഇറ്റ് ഈസ് അമാൽഗമേഷൻ, കോമ്പിനേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ, എൻവയറമെന്റ്, ഹോർമോൺ, മെറ്റാബോളിക്, ഇത്രയും കാര്യങ്ങൾ ഒരു കോമ്പിനേഷനാണ് PCOS എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സസൈസിന്റെ കുറവ്. നമ്മളിപ്പം ഫോണും മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉള്ളൂ, ഒരു ബോഡി അനങ്ങുന്ന ഒരു പരിപാടിയില്ല. അപ്പൊ എക്സസൈസിന്റെ കുറവ്, ബോഡി അനങ്ങാത്തതുകൊണ്ട് ഞാനിപ്പോഴും പറയും, മലയാളത്തിൽ പറയും, കോഴി മുട്ടയിട്ട് കഴിഞ്ഞിട്ട് പൊരുന്നിക്കിരിക്കുക എന്ന് പറയും. പൊരുന്ന് കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ വരണമെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, അടുത്ത സൈക്കിൾ വരണമെങ്കിൽ കോഴീനെ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് ഇറക്കി വിടും, കൂടെ അടച്ചു വെക്കും. അപ്പൊ ഇത് ഓടി നടന്ന് ആ ഹോർമോൺ ലെവൽ മാറ്റിയിട്ട് അതിന് സെക്കൻഡ് സൈക്കിളിലേക്ക് അവർ വരും. ഈ ഓവുലേഷൻ ഇല്ലെന്നുള്ളതാണ്, അടുത്ത എഗ്ഗ് വരുന്നില്ല. അപ്പൊ അതിന്റെ മെയിൻ തിങ് ആണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കാം, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് കളിക്കാം, സൂംബാണ്, എന്താണെങ്കിലും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു 15 ബീറ്റ് കൂടണം. നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു 15 ബീറ്റ് സെറ്റ് ചെയ്യണം. എക്സസൈസ് ഇങ്ങനെ കഥയ്ക്കണം. നമ്മൾ ചെറുപ്പകാലങ്ങൾ ഓടിക്കളിച്ച കാര്യങ്ങൾ ഓർത്താൽ മതി. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു. ഓടിക്കളിക്കുമ്പോൾ നമ്മൾ കഥയ്ക്കുമ്പോൾ നമ്മൾ പോയിരിക്കും. അതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്ത് ഹാർട്ട് ബീറ്റ് കൂട്ടി സെറ്റ് ചെയ്യുന്ന എക്സസൈസ് ചെയ്യണം. അതാണ് മെയിൻ തിങ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റാണ്. നമ്മൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒന്നും PCOS ഒന്നും പണ്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡയറ്റ്, ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. ഞാൻ എപ്പോഴും ഡയറ്റീഷ്യൻ്റെ ഏരിയ പോയിട്ട് ഡയറ്റ് ഷീറ്റ് PCOS കൊടുക്കും. ഞാൻ മെഡിസിൻ ഒന്നും കൊടുക്കാറില്ല. ഇതാണ് ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഇതാണ് ഞാൻ മെയിനായിട്ട്, ഹൈഡ്രേഷൻ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ടീനേജിനും അഡോൾസൻസിനും ഒന്നും സ്കാനിങ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയുന്നില്ല. കാരണം അതൊരു കോസായിട്ട് എടുക്കുന്നില്ല. അൾട്രാസൗണ്ട് ചെയ്ത് എല്ലാത്തിനും അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇപ്പം പ്രഗ്നൻസിയിൽ നമ്മൾ പറയും 3-ാം മാസം ചെയ്യണം, 5-ാം മാസം ചെയ്യണം, 7-ാം മാസം ചെയ്യണം, 8-ാം മാസം ചെയ്യണം. ഇങ്ങനെയൊന്നും PCOS അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്യാൻ നമ്മൾ പറയുന്നില്ല. കാരണം ക്ലിനിക്കലി വി ക്യാൻ ഡയഗ്നോസിസ് ഇറ്റ്. എന്നിട്ട് നമ്മൾ ഇൻ കേസ് മെൻസ് വന്നു, ഇപ്പൊ ഞങ്ങൾ സ്കൂൾ ഹെൽത്തിലൊക്കെ 5-ാം ക്ലാസ്സിലും 6-ലും പഠിക്കുന്ന പിള്ളേർക്ക് മെൻസ് വന്നില്ലെങ്കിൽ ഞങ്ങൾ പറയും 3 മാസം ഒന്ന് മെൻസസ് വരുത്തണം. 3 മാസം ആകുമ്പോൾ ഒരു ഹോർമോൺ ഗുളിക അമ്മമാരുടെ കൈ കൊടുക്കും. 5 ദിവസം ഇത് കൊടുക്കുക, രാവിലെയും വൈകുന്നേരം കൊടുക്കുക, നിങ്ങൾക്ക് മെൻസസ് വരും. പിന്നെ 3 മാസം ഒന്ന് വരുത്തിയിരിക്കണം. ഇപ്പം മെൻസസിന്റെ സൈക്കിൾ ഞങ്ങൾ പുസ്തകം തന്നെ മാറ്റി എഴുതി. 6 മാസത്തിലൊന്ന്, 7 മാസത്തിലൊന്നൊക്കെയുള്ള സൈക്കിൾ മാറ്റിയതുകൊണ്ട് എല്ലാ 28 ദിവസം കൂടുമ്പോൾ മെൻസസ് വരണമെന്ന് റൂളില്ല. ഒരു 25 ദിവസത്തിനും 40 ദിവസത്തിനും ഇടയ്ക്കൊന്ന് മെൻസസ് വന്നാലും ഇറ്റ് ഈസ് നോർമൽ. ബിക്കോസ് എൻവയറമെന്റ് ചേഞ്ച് ചെയ്തു, വി ഹാവ് ചേഞ്ച് എവറിത്തിങ്. അപ്പൊ അത് ഒട്ടും പേടിക്കും. പക്ഷെ 3 മാസം വരെ വന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്ത് മെൻസസ് വരുത്തണം. പ്രൊവൈഡഡ് നമ്മുടെ ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് അത് മാറിയില്ലെങ്കിൽ മാത്രം. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ആണെങ്കിൽ ഞങ്ങൾ പറയും 5 to 10% കുറയ്ക്കാൻ പറയും. ഇപ്പൊ 50 കിലോ ആണെങ്കിൽ നിങ്ങൾ അറിയും 45-40 കിലോയിലേക്ക് വരിക. മിക്കവാറും ഒരു 80-85 കിലോ ആയിട്ടാണ് ഇവരൊക്കെ വരുന്നത്. അപ്പൊ 85 കിലോ ആണെങ്കിൽ നമ്മൾ ഒരു 75 എന്ന് പറയും. ടാർഗറ്റ് അത്രയാണെങ്കിൽ ഒരു 2 കിലോയിലും കുറച്ച് നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെയിറ്റും കുറച്ച് ലൈഫ് സ്റ്റൈലും അഡ്ജസ്റ്റ് ചെയ്താൽ, പിന്നെ ഇതിന്റെ കൂടെ തന്നെ മെറ്റാബോളിക് ഞാൻ പറഞ്ഞു, വിറ്റമിൻ ഡിയുടെ കുറവ് വളരെ കൂടുതലായിട്ട് ഇപ്പം കാണുന്നുണ്ട്.
ഉണ്ടാകുന്നുണ്ട്. വിറ്റമിൻ ഡി കുറയുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലാണ് കൂടുതലായിട്ട്, ഒരു ഇറിറ്റബിലിറ്റി ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ വിറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട്, നമ്മൾ പണ്ടൊക്കെ വിറ്റമിൻ ഡി കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ഇപ്പൊ ആരും വെയിൽ കൊള്ളാത്തതുകൊണ്ട്, സൂര്യപ്രകാശം ഏക്കാത്തത് കൊണ്ട് വിറ്റമിൻ ഡിയും കൂടെ ഒരു പുതിയതായിട്ട് ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വിറ്റമിൻ ഡിയും കൂടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 1 വെച്ച് 8 ആഴ്ച കഴിച്ചാൽ വിറ്റമിൻ ഡി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനൊരു വ്യത്യാസം വരും. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ആദ്യമേ ക്ലിനിക്കലി കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്തു, ലാസ്റ്റ് ഒരു നിവൃത്തിയിൽ അവർ ഇങ്ങോട്ട് പറയും, പേരൻസ് പറയും അവിടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ. പിന്നെ വേറൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, പണ്ട് മൈൽഡ് ആയിരുന്നു, പിന്നെ മോഡറേറ്റ് ആണ്, സിവിയർ, ഇങ്ങനെ ഡിഗ്രികളൊന്നും PCOS ഇല്ല. അങ്ങനെ മൈൽഡ് ആയിരുന്നു, മാഡം 3 വർഷം മുമ്പ് മൈൽഡ് എന്ന് പറഞ്ഞു, ഇപ്പൊ അത് പോയോ നോക്കുക. അതങ്ങനെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഗ്രേഡുകളൊന്നും തിരിച്ചിട്ടില്ല. നമ്മുടെ എഗിന്റെ ആ സ്കാനിങ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ക്ലിനിക്കലിയാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് മെൻസസ് എല്ലാ മാസവും വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. മെൻസ് വരാത്തവർക്ക് മാത്രമാണ് 3 മാസത്തിലോ 2 മാസത്തിലോ ഒന്നും മെൻസസ് വരുത്തി കൊടുക്കുന്നത്. അല്ല ഗ്രേഡ് 1, 2, 3 എന്ന് പറഞ്ഞാൽ ഒരു 50% പോപ്പുലേഷൻ പേഷ്യൻസ് ഇപ്പം വരുന്നത് ഈ PCOSന്റെ ഗ്രേഡ് നോക്കാവോ, എന്തെങ്കിലും കുഴപ്പമുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, PCOS ഉള്ളവർക്ക് ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ കുറെ കോംപ്ലിക്കേഷൻസ് വരാം. കുഞ്ഞുണ്ടാകാതിരിക്കാനുള്ള ചാൻസ് 50%, ഇൻഫെർട്ടിലിറ്റി വരാം, ഉണ്ടായാൽ അബോർഷൻ, ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ട് അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീമച്ചർ ഡെലിവറി ഉണ്ടാകാനുള്ള, ഇതെല്ലാം ഹോർമോണൽ വേരിയേഷൻ. അവർക്ക് BP ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, ഗർഭിണികളിലെ പ്രമേഹം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് എല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ 35 വയസ്സായി കഴിഞ്ഞാൽ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവർക്ക് ഇതിന്റെ എഫക്റ്റ് കൊണ്ട് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ, പ്രഷർ ഉണ്ടാകാം, ഹാർട്ട് ഡിസീസ് ഉണ്ടാകാം, ഈവൻ സ്ട്രോക്ക് വരെ വരാം. സ്ട്രോക്ക് വന്ന കേസുകളുണ്ട്. അതുപോലെ തന്നെ യൂട്ടസിന്റെ അകത്തുള്ള എൻഡോമെട്രിയൽ ക്യാൻസർ ഒത്തിരി കൂടുതലാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം തന്നെ എനിക്ക് 5-6 കേസ് വന്നു. അതെല്ലാം എൻഡോമെട്രിയൽ ക്യാൻസർ, ഒബിയസിറ്റി, PCOS, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയുള്ളവർക്ക് ഇറഗുലർ ബ്ലീഡിങ് വന്നിട്ട്, മെനോപോസ് കഴിഞ്ഞിട്ടും ബ്ലീഡിങ് വന്നിട്ട്, ഇതിനൊക്കെ ബേസിക് പാത്തോളജി ഹോർമോണിന്റെ ഇംബാലൻസ് PCOS ചെറുപ്പത്തിലേ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസറിനും അതുപോലെ ഈവൻ ബ്രസ്റ്റ് ക്യാൻസറിനും ചാൻസ് കൂടുതലാണ്. കാരണം ഈസ്ട്രജന്റെ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടാണ്. ഇങ്ങനെ എല്ലാ കോംപ്ലിക്കേഷൻ ലേറ്റർ ലൈഫിൽ ഇവർക്ക് വരാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. നമ്മൾ PCOS എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരെ ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. അതിന് പർട്ടിക്കുലർ ആയിട്ട് മയോഐനസിറ്റോൾ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കൊടുക്കാം. ബാക്കി കുറെ മെഡിസിൻസ് ഉണ്ട്. പക്ഷേ മെഡിസിൻസിനേക്കാളും ബെറ്റർ ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹാവ് എ ഹാപ്പി ലൈഫ്.